വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിത്തെ അപമാനിച്ച കാസർഗോഡ് വെള്ളരിക്കുണ്ട് ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ കളക്ടറുടെ ശുപാർശ. തുടർച്ചയായി അച്ചടക്ക ലംഘനം ഉണ്ടായ സാഹചര്യത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി സരീഷ് പി കെ ചേരുകയാണ്. സരീഷ്, റവന്യൂ വകുപ്പ് ഇയാളെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ കളക്ടറുടെ പിരിച്ചുവിടാനുള്ള ശുപാർശ വരുന്നത്. എന്തെല്ലാമാണ് നടപടികൾ? തുടർച്ചയായി ചട്ടലംഘനം നടത്തുക, ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചകൾ സംഭവിക്കുക, സമൂഹ മാധ്യമങ്ങളിൽ സർക്കാരിനും അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും മോശമായി വരുന്ന രീതിയിലുള്ള കമന്റുകൾ നൽകുക തുടങ്ങി, അല്ലെങ്കിൽ കമന്റുകൾ പോസ്റ്റ് ചെയ്യുക തുടങ്ങി ഗുരുതരമായ കുറ്റങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പവിത്രന്റെ ഭാഗത്തു നിന്നും നിരന്തരം ഉണ്ടാവുന്നത്. 2024-ലും 2023-ലും ഒക്കെ സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ മുൻ മന്ത്രി, റവന്യൂ മന്ത്രിയായിരുന്ന ഇ ചന്ദ്രശേഖരനെതിരെ പരസ്യമായി പോസ്റ്റ് ചെയ്തതിന്, കമന്റുകൾ പോസ്റ്റ് ചെയ്തതിന് ഇദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിനു മുൻപ് 2023-ലും ഒപ്പം തന്നെ 2020-ലും ഒക്കെ സമാനമായ രീതിയിലുള്ള കുറ്റം ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. അന്ന് പലപ്പോഴും താക്കീത് ചെയ്യുകയും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കരുത് എന്ന് നിർദ്ദേശം നൽകി വിട്ടയക്കുകയും ഒക്കെയായിരുന്നു. പക്ഷേ ഇത് അത്തരത്തിൽ ക്ഷമിക്കാവുന്നതല്ല എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ കണ്ടെത്തിയിരിക്കുന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശം ഇങ്ങനെയാണ്: ഗുരുതരമായ ചട്ടലംഘനം അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ സ്വഭാവ പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സർവീസിൽ തുടരാൻ യോഗ്യനല്ല, അദ്ദേഹത്തെ സർവീസിൽ നിന്നും പുറത്താക്കുന്നതിൽ തെറ്റില്ല എന്നൊരു നിർദ്ദേശമാണ്, ശുപാർശയാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിന് ഇദ്ദേഹം കൈമാറിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായി CPIക്കും അല്ലെങ്കിൽ റവന്യൂ വകുപ്പിനും തലവേദനയായിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിനെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. കളക്ടറുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നിർദ്ദേശം കൂടി വന്ന സ്ഥിതിക്ക് എന്തായാലും പുറത്താക്കൽ നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി സരീഷ്, തുടർച്ചയായി അച്ചടക്ക ലംഘനം ഉണ്ടായ സാഹചര്യത്തിലാണ് കളക്ടറുടെ ശുപാർശ വന്നിരിക്കുന്നത്. പിരിച്ചുവിടാനാണ് ശുപാർശയിൽ പറഞ്ഞിരിക്കുന്നത്. സരീഷ് പി കെ ആണ് വിവരങ്ങൾ നൽകിയത്.